Hello guys, this is me Super. Welcome to the review of Ninja 300 BS6 2024. അപ്പോൾ ഈ വണ്ടി 2024 ഡെലിവറി ആണെങ്കിലും മാനുഫാക്ചറിങ് വരുന്നത് 2023 സെപ്റ്റംബർ ആണ്. 10ാം മാസം വണ്ടിയാണ് 2023. എനിക്കൊന്ന് 2024 ജൂലൈക്ക് തൊട്ട് മുമ്പുള്ള എല്ലാ ഡെലിവറിയും 2023 മാനുഫാക്ചറിങ് ആയിട്ടുള്ള വണ്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ജൂലൈയിലാണ് 2024 മാനുഫാക്ചറിങ് വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വണ്ടി 2023 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 4,52,000 രൂപയാണ്. ഞാൻ വെളിയിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തപ്പം, അതായത് ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേന് ഏകദേശം 21,000 രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എനിക്ക് കരീസ്മയുണ്ട്. കരീസ്മയുടെ 10 കൊല്ലത്തെ നോൺ ക്ലെയിം ബോണസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ വണ്ടി ക്ലെയിം ചെയ്തിട്ടില്ല ഇതുവരെ. ഫുൾ കവറിലാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ നോൺ ക്ലെയിം ബോണസ് എടുത്തിട്ട് ഈ വണ്ടിയുടെ ഇൻഷുറൻസിലോട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ നിന്നാണ് എടുത്തത്. ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസാണ്. ഈ വണ്ടിയുടെ ഇൻഷുറൻസിലോട്ട് ആഡ് ചെയ്തപ്പോഴത്തേനും എനിക്ക് 1 കൊല്ലത്തെ പ്രീമിയവും ബാക്കി 4 കൊല്ലത്തെ തേർഡ് പാർട്ടിയും കൂടെ കൂട്ടി 14,000 രൂപയേ ആയിട്ടുള്ളൂ. അതുകൂടാതെ എനിക്ക് വേണമെങ്കിൽ ഓരോ കൊല്ലവും ഒരു 200 സംതിങ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തേർഡ് പാർട്ടി കിടക്കുന്ന ഇൻഷുറൻസ് നമുക്ക് ഫുൾ കവർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഏകദേശം ഒരു അത്യാവശ്യം 7,000 രൂപ സംതിങ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വെളിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തപ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. BS6 വണ്ടികളും BS4 വണ്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഗ്രാഫിക്സിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൂടാതെ ബെൻഡ് പൈപ്പ്, അതായത് എൻജിനിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന ബെൻഡ് പൈപ്പിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ 2 പാഡലായിട്ടുള്ള പൈപ്പായിരുന്നു. ഇപ്പം ശകലം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു S മോഡൽ രീതിയിലുള്ള ബെൻഡ് പൈപ്പാണ് 2 ഹെഡിൽ നിന്നും പോകുന്നത്. അതാണ് ഒരു മെയിൻ വ്യത്യാസം. വേറെ ഗ്രാഫിക്സിലല്ലാതെ വേറെ ഒരു ചേഞ്ചസും BS4ഉം BS6ഉം തമ്മിലില്ല. BS3 വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ BS4 വന്നപ്പോൾ തന്നെ ABS ആഡായി, കളർ സ്കീമിൽ വ്യത്യാസം വന്നു. അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ വീണ്ടും ഗ്രാഫിക്സിൽ വ്യത്യാസം വന്നു. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ബെൻഡ് പൈപ്പിലും വ്യത്യാസം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ BS3 വണ്ടികളായിട്ടായിരിക്കും ഞാനിത് കൂടുതലും കമ്പയർ ചെയ്ത് പറയുന്നത്. കാരണം ഞാൻ BS4 വണ്ടികൾ അങ്ങനെ ഓടിച്ചിട്ടില്ല. BS3 വണ്ടി ഓടിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാൻ അതായത് ഇത്ര നാളും വെയിറ്റ് ചെയ്തിട്ട് BS6 എടുക്കുന്നത്. ശരിക്കും ഈ വണ്ടി എൻ്റെ ഒരു 10 കൊല്ലത്തെ ഒരു ആഗ്രഹമാണ്. അതായത് ഞാൻ കരീസ്മ പുതിയത് വാങ്ങുമ്പോൾ 2013 ഒക്ടോബർ 11 ഞാൻ കരീസ്മ പുതിയത് എടുക്കുന്നത്. ആ സമയത്ത് ഈ വണ്ടിയെപ്പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കരീസ്മ എടുത്ത് ഏകദേശം ഒരു 2-3 മാസം ആയിട്ടുള്ളൂ. അന്നേരമാണ് നമ്മുടെ പവർ ഡ്രിഫ്റ്റിനകത്ത് നമ്മുടെ ചീഫിൻ്റെ നിഞ്ച 300ൻ്റെ റിവ്യൂ വരുന്നത്. ആ റിവ്യൂ കണ്ടിട്ടാണ് എൻ്റെ മോനെ ഞാൻ ഈ സാധനത്തിൻ്റെ ഫാനായത്. സത്യം പറയാലോ, ആ റിവ്യൂ ആണ് ഈ വണ്ടി എടുക്കാനുള്ളൊരു മെയിൻ കാരണം. അന്ന് തൊട്ട് ഞാൻ നിഞ്ച 300 ഭയങ്കര ഫാൻ. അതായത് കരീസ്മ എടുത്തിട്ട് പിന്നൊരു വണ്ടി എടുക്കണമെന്ന്, അത് കരീസ്മ എടുക്കണമെന്ന് എനിക്ക് അതിയായ ഒരു പ്രാന്ത് ആഗ്രഹമായിരുന്നു. അതേ ഒരു പ്രാന്ത് ആഗ്രഹവും എനിക്ക് വേറൊരു വണ്ടി വന്നിട്ടുള്ളത് ഈ നിഞ്ച എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. വേറൊരു വണ്ടിയും എനിക്ക് ഇപ്പോഴും ഒരു അപ്ഗ്രേഡ് എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊന്നുമില്ല. ഇനിയിപ്പം കരീസ്മയ്ക്ക് ശേഷം ഈ ഒരൊറ്റ വണ്ടി എടുക്കാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ 10 കൊല്ലത്തെ ആഗ്രഹം ഞാൻ സഫലമാക്കിയിരിക്കുകയാണ്. വണ്ടിയുടെ ക്വാളിറ്റിയെ പറ്റി പറയും, അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം BS3 വണ്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ BS6 വണ്ടികൾക്ക് ഫെയറിങ്ങിനകത്തൊക്കെ ശകലം ക്വാളിറ്റിയുടെ ഒരു കുറവുണ്ട്. എനിക്കൊന്ന് ഇതേ സെയിം ക്വാളിറ്റി ആണോ BS4ൽ നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആണെന്ന് പറയുന്നില്ല. പക്ഷേ BS3ൽ നിന്ന് BS6ന് ക്വാളിറ്റിക്കകത്ത് നല്ല വ്യത്യാസമുണ്ട്. ആ ക്വാളിറ്റി കുറവ് എന്തൊക്കെയാണെന്നും അത് വെച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ ഞാനിപ്പം വിശദമായിട്ട് പറയാം. ഈ 2 ഫെയറിങ്ങുകളിലും ശകലം ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ 2 ഹെഡ്ലൈറ്റിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമുണ്ട്, അവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് സീറ്റിനടിയിലത്തെ ഒരു പീസുണ്ട്, അവിടെയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുകൂടാതെ അണ്ടർബെല്ലില്ലേ, എൻജിൻ്റെ അടിയിലത്തെ ആ ഒരു ഗാർഡ്, അത് ഭയങ്കരമായിട്ട് ഒരു കട്ടി കുറഞ്ഞ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
നേരത്തെ VS3യുടെയൊക്കെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിജിഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഇച്ചിരി ഫ്ലെംസിയാണ്. ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ കട്ടിയില്ല, അതായത് പണ്ടത്തെ അത്രയും കട്ടിയില്ല. പിന്നെ അത് വെച്ച് അതായത് ഈ പറഞ്ഞ പാനൽ ഗ്യാപ്സും ഈ ഒരു ക്വാളിറ്റി കുറവൊക്കെ വന്നെന്ന് പറഞ്ഞാൽ എങ്ങൊന്നും യാതൊരു വിധത്തിലുള്ളൊരു റാറ്റിലിംഗ് നോയ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല വണ്ടിയിൽ നിന്ന്. എൻ്റെ ഈ റൈറ്റ് സൈഡിലെ കൗളിങ്ങിനകത്ത് ഇപ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാം. അത് ലെഫ്റ്റ് സൈഡിലെ വെച്ച് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലൊരു ശകലം ഗ്യാപ്പ് കൂടുതലാണ്. അത് കഴിഞ്ഞ ഫസ്റ്റ് സർവീസിന് മുമ്പ് ഈ ഒരു സൈഡിലത്തെ കിറ്റ് ശകലം വെളിയിലോട്ട് തള്ളി വന്നു എന്ന് പറഞ്ഞാൽ അതൊരു BS3യിൽ നിന്ന് BS6 വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നമല്ല. 11 കൊല്ലമായിട്ട് നിഞ്ച 300 എന്നുള്ളൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ പാനൽ വെളിയിലോട്ട് തള്ളി വരിക എന്ന് പറഞ്ഞു, ഒരുപാട് തള്ളി വരിക എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാണാം, ഇതിൻ്റെ ഈ ലോക്കുണ്ട്, ഇതിനകത്തുനിന്ന് അങ്ങോട്ട് കയറുന്നൊരു ലോക്കുണ്ട്. ആ ലോക്കിൻ്റെ നീളം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത് ശകലം വെളിയിലോട്ട് തള്ളി വരുന്നത്. അങ്ങനെ തള്ളി വന്നാലും യാതൊരു വിധത്തിലുള്ളൊരു വൈബ്രേഷനോ ഒന്നും, ഒരു അരോചകമായിട്ടുള്ളൊരു സാധനം നമുക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ വെളിയിലോട്ട് തള്ളി നിൽക്കുമ്പോൾ നമുക്കൊരു അതായത് 4 ലക്ഷത്തി സംതിങ് രൂപയുടെ വണ്ടി മേടിച്ചിട്ട് ആ ഒരു പാനൽ ഗ്യാപ്പ് വരുന്നത് നമുക്ക് അത്രത്തോളം ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഫസ്റ്റ് സർവീസിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത് നല്ലപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് അവർ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് ഇപ്പം. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടയറായിരുന്നു. അതായത് വണ്ടിയിൽ വരുന്നത് MRFിൻ്റെ സാപ്പറായിരുന്നു, 140 110. ആ ടയറിട്ട് വണ്ടി ഓടിക്കുമ്പം സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉള്ളതെന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കൈ വിട്ടാലേ വണ്ടി കിടന്ന് വോബിൾ ചെയ്യാൻ തുടങ്ങും. ഈ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ പോലും ആ ടയർ ഞാൻ ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ചില്ല. വണ്ടി എടുത്ത് നേരെ കൊണ്ടുപോയി ടയർ ഗായ്സിൽ പോയിട്ട് ആ ടയർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് മിഷലിൻ്റെ ഔട്ട് 5 ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അത് അടിപൊളി ടയറാണ്. അന്യ ടയർ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പാണ്. നമുക്ക് അത്യാവശ്യം നല്ല വെറ്റ് കണ്ടീഷനിൽ പോലും ഒരു അന്യായ കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പം ടയറിൻ്റെ കാര്യം ഞാനിങ്ങനെ ഷോറൂമിൽ ചോദിച്ചപ്പോഴത്തേനും സർവീസിലുള്ളവർ പറഞ്ഞത് കവാസാക്കി ആ ടയർ വെച്ച് ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുമല്ലോ, അവരുടെ പ്ലാന്റിൽ അവർ ടെസ്റ്റ് ചെയ്യുമല്ലോ, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നോക്കിയപ്പോൾ ഈ ടയറിന് യാതൊരു വിധത്തിലുള്ളൊരു കുഴപ്പവും ബോബിളിങ്ങോ ഒന്നുമില്ല. എപ്പോഴാണ് ബോബിളിങ് വരുന്നത്? കൈവിട്ട് ഓടിക്കുമ്പോൾ. അപ്പം നിങ്ങൾ എന്തിനാണ് വണ്ടി കൈവിട്ട് ഓടിക്കുന്നതെന്നാണ് കവാസാക്കി ചോദിക്കുന്നത്. ആ സമയത്ത് ബോബിളിങ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. 2 കൈയും പിടിച്ച് ഓടിക്കുന്ന സമയത്ത് ബോബിളിങ് ഇല്ലാത്തതുകൊണ്ട് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് അവർ എടുത്തിട്ടില്ല. ഫുൾ ടൈം ആ ഒരു ബോബിളിങ് ഇഷ്യൂ ഇല്ല. 80 കിലോമീറ്റർ വരെ എങ്ങാണ്ടേ ഉള്ളൂ, അതായത് 60 to 80 ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു ബോബിളിങ് ഇഷ്യൂ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഞാൻ വണ്ടി എടുത്തപ്പോഴേ ടയർ അങ്ങ് മാറി. പിന്നെ ചെറുതായിട്ടൊന്ന് ഈ ടാങ്കും ഫ്രണ്ടിലത്തെ ആ ഒരു ഫേസിൻ്റെ ഭാഗം മാത്രം ഞാൻ PPF ചെയ്തായിരുന്നു. അത് ഓട്ടോടോക്സിൽ നിന്നാണ് PPF ചെയ്തത്. അത് ഏകദേശം എനിക്കൊന്നൊരു 8000 രൂപ സംതിങ് എന്തോ ആയിട്ടുണ്ട്. 5 കൊല്ലത്തെ വാറണ്ടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മീറ്റർ കൺസോളിനെ പറ്റി പറയുവാണെങ്കിൽ ഈ അനലോഗും പാർഷ്യൽ ഡിജിറ്റലുമായിട്ടുള്ള ഈ ഒരു മീറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പറഞ്ഞ് നമ്മുടെ മീറ്റർ കൺസോൾ ബേസിക്കാണ്. ഇതിനകത്ത് ആകപ്പാടെ ഒരു ഫീച്ചർ എന്ന് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു 3 ട്രയാങ്കിൾ വരും. ഞാനിപ്പോൾ കാണിക്കാം, നിങ്ങളിപ്പോൾ കണ്ടോ, ഇപ്പം വന്നുണ്ടോ? ആ 3 ട്രയാങ്കിൾ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗിയറിലും മാക്സിമം മൈലേജ് കിട്ടുന്ന പോയിൻ്റ് ആകുമ്പോൾ ആ ഒരു ചിഹ്നം തെളിയും. അല്ലാതെ ഈ മീറ്റർ കൺസോളിനകത്ത് ഒന്നുമില്ല. പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതിനകത്ത് എനിക്ക് വലിയ പ്രശ്നം പറയാനില്ല. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. സീറ്റ് ഹൈറ്റൊക്കെ വളരെ കുറവാണ്. എനിക്ക് 700 സംതിങ്ങേ ഉള്ളൂ. അതുപോലെ വെയിറ്റ് ആണെങ്കിലും 179 kg ആണ്. നമുക്ക് അതൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വണ്ടി തള്ളിത്തിരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. സീറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡും അല്ല ഒത്തിരി സോഫ്റ്റും അല്ലാത്തൊരു സീറ്റാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു 120 കിലോമീറ്റർ വരെ ഒറ്റ സ്ട്രെച്ചിൽ കംഫർട്ടബിളായിട്ട് തോന്നുള്ളൂ. അതിന് 120 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും എനിക്ക് ചെറിയൊരു തരിപ്പ് നമ്മുടെ ബൈക്കിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പൊസിഷൻ വേണേൽ ഇച്ചിരി മുന്നോട്ട് കയറി, അതായത് വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. CBRൻ്റെ അതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എനിക്ക് നേരത്തെ CBR ഉണ്ടായിരുന്നു, CBRൻ്റെ അതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറാണ്. പക്ഷേ CBR ഇച്ചിരി സീറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ടങ്ങ് കൃത്യമായിട്ട് അങ്ങ് പറയാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് CBR ഒക്കെ പോലെ തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇച്ചിരി കയറി ഇരിക്കുവാണെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പക്ക അപ്രൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര റിലാക്സ് ആണ്. നമുക്ക് ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നല്ല സ്പോർട്ടി രീതിയിലോട്ടാവും. സൈഡ് മിററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഡിസൈനാണ് കൊടുത്തേക്കുന്നത്.
അതിൽ നമുക്ക് വ്യൂവും ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈബ്രേഷൻ ഒട്ടുമില്ല. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഒരു ഏരിയ ഓഫ് വ്യൂ ശകലം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ തൊട്ട് സൈഡിൽ നിൽക്കുന്ന വണ്ടികളെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടി വരും. പിന്നെ വണ്ടിയുടെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ലൈഫുള്ളൊരു എൻജിനാണ്. നമ്മൾ നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കത്തില്ലെന്ന് പറയുന്ന പോലത്തെ ഒരു എൻജിനാണ്. ഒരു മൾട്ടി ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയാണ്. അതായത് പയ്യെ പോകുമ്പോൾ പക്ക നമ്മുടെ ഒരു 150-200 cc ഓടിക്കുന്ന ഒരു ഫീലും RPM, അതായത് ഒരു 6000 RPM മുകളിലോട്ട് പോകുമ്പോഴത്തേനും ആൾ ഒരു ബീസ്റ്റായിട്ട് മാറുന്നതോടെ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് അത് ഭയങ്കരമായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്. അത് ഭയങ്കര സ്മൂത്താണ് ഗിയർ. എനിക്ക് ഇച്ചിരി, അതായത് എനിക്ക് ഈ യമഹയുടെ ഗിയർ ബോക്സ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഓരോ ഗിയർ ഇട്ട് കഴിയുമ്പോൾ ഒരു സ്പ്രിങ് സൗണ്ട് ഉണ്ട്. അതായത് ആ ഗിയർ വീണും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ വണ്ടിക്ക് അത്രയും പോലും ഉള്ളൊരു സൗണ്ട് പോലും ഇല്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് ഗിയർ വീഴുന്നത്. അപ്പോൾ ചില സമയത്ത് വീണോ ഇല്ലയോ എന്ന് പോലും നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു ഗിയർ ബോക്സാണ്. പിന്നെ ക്ലച്ച് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ്. ലൈറ്റസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്ന് വേണേൽ പറയാൻ പറ്റും. ഒരു ഒറ്റ വിരൽ മതി നമുക്കിതിൻ്റെ ഗിയർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അസിസ്റ്റാൻറ്റ് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നും ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഈ സംഭവം കൊണ്ടുവരുന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയാണ് തോന്നുന്നത് സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യയിൽ. പിന്നെ ഓവറോൾ എൻജിൻ ഫീലിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 1000 കിലോമീറ്റർ ഞാൻ 1000 RPM വരെ പോയിട്ടുള്ളൂ മാക്സിമം. അതിൻ്റെ മുകളിലോട്ട് കയറിയില്ല. ഇടയ്ക്ക് 1-2 തവണ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഒരു 8000-9000 വരെ, ഇടയ്ക്ക് എപ്പോഴും ഒന്ന് 10 വരെ കയറി, അത്രേ ഉള്ളൂ. 5000 കിലോമീറ്റർ വരെ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് മയപ്പെടുത്തി ഓടിക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു ടോപ്പ് സ്പീഡ് ലെവലിലോട്ടുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു മേജർ കാര്യം വൈബ്രേഷൻസ്. എല്ലാ നിഞ്ച 300 റിവ്യൂവിനകത്തും നമുക്ക് കേൾക്കാൻ പറ്റും ബട്ടർ സ്മൂത്ത് എൻജിൻ. അത് എത്രത്തോളം ഇപ്പോൾ, അതായത് BS6 വണ്ടികളിൽ എത്രത്തോളം ആപ്റ്റാന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. അത് BS3 വണ്ടികൾ വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത് പക്ക ബട്ടർ സ്മൂത്ത് വണ്ടികളാണ്. അതായത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഓഫാക്കുന്നിടം വരെ ഭയങ്കര സ്മൂത്താണ് ആ വണ്ടിക്ക്. അതൊന്നും എങ്ങൊന്നും എനിക്കൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ വണ്ടിക്ക് 4000 to 5000 RPM ഇടയ്ക്ക് ഒരു വൈബ്രേഷൻ കയറി വരുന്നുണ്ട്. അത് ഈ ഹാൻഡിൽ ബാറിൽ നമ്മുടെ ടാങ്കിലും ട്രസ്സിലൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. 4000-5000 RPM ഇടയ്ക്ക്. പിന്നെ മുന്നോട്ട് സ്പീഡ് കയറും തോറും വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് വരും. ആ സമയത്ത് അതായത് RPM കയറി പോകുന്നതനുസരിച്ച് ഈ വണ്ടിക്ക് ബട്ടർ സ്മൂത്ത് എൻജിൻ എന്നുള്ളൊരു പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ആ 4000-5000 ഇടയ്ക്കുള്ളൊരു RPMനകത്തുള്ള ആ ഒരു വൈബ്രേഷൻ ഒരു എനിക്ക് അങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം BS3 വണ്ടികളൊക്കെ ഇല്ലാത്തൊരു സാധനം ഇതിന് വന്നപ്പോഴത്തേന് കാണാം. ഒന്ന് BS6 ആയപ്പോഴത്തേനും അതിൻ്റേതായ ബാക്ക് പ്രഷർ കണഗുണ പരിപാടികളെല്ലാം വന്നപ്പോഴത്തേനും ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ ഇന്ത്യൻ അസംബ്ലിയും കൂടെ ആയപ്പോഴത്തേനും അവിടെയും ശകലം വിഷയങ്ങൾ വരും. പിന്നെ ഇതൊരു പുതിയ വണ്ടിയാകുമ്പോൾ അതിൻ്റേതായ ഫ്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു രീതിയിലും ശകലം വൈബ്രേഷൻ വരും. വണ്ടി ഓടി ശകലം കൂടെ കിലോമീറ്റർ കയറി കഴിയുമ്പോഴത്തേനും വൈബ്രേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അന്യായമായിട്ടുള്ള വൈബ്രേഷൻ അല്ല, എന്നാൽ വൈബ്രേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. റെസണൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. റിഫൈൻഡ് ആണ് വണ്ടി. ആ വൈബ്രേഷൻ കിട്ടുന്ന സമയത്താണെങ്കിൽ പോലും വണ്ടിക്കൊരു റിഫൈൻമെൻ്റ് ഉണ്ട്. 5000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ അടി തട്ടുന്നൊരു പ്രശ്നമുണ്ട്. വണ്ടിക്ക് ഏതാണ്ട് 140 mm എങ്ങാണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. ഒരുമാതിരിപ്പെട്ട ഹമ്പും കാര്യങ്ങളുമൊക്കെ പയ്യെ എടുത്തു കഴിഞ്ഞാൽ അടി തട്ടുകയില്ല. പൊക്കം കൂടിയ വീതി കുറഞ്ഞ ഹമ്പുകളില്ലേ, അതൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെ കെയർഫുള്ളായിട്ട് നമ്മൾ എടുക്കണം. സ്വാഭാവികമായിട്ടും അത്യാവശ്യം നോർമലായിട്ടുള്ള ഹമ്പുകളാണെങ്കിൽ പോലും വരുന്ന വരവിൽ ചാടിക്കഴിഞ്ഞാൽ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ടാറിങ്ങിന് കട്ടി കൂടിയ ഭാഗത്തു നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേനും നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ അടി തട്ടും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വ്യൂവിൽ റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് ഡിമ്മ് മാത്രമേ കത്തത്തുള്ളൂ. ആ ബ്രൈറ്റിലോട്ട് നമ്മളിട്ടാലും ആൾ ഡിമ്മിൽ തന്നെ കിടക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് ഓൺലി ബ്രൈറ്റ് മാത്രമേ കത്തത്തുള്ളൂ. ഡിമ്മിലിട്ടാൽ കത്തത്തില്ല, ബ്രൈറ്റ് ഇടുമ്പോൾ മാത്രം കത്തും. അതായത് ഒരു സൈഡ് ഡിമ്മും ഒരു സൈഡ് ബ്രൈറ്റുമായിട്ട് നമുക്ക് രണ്ടും പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി പോകുമ്പോൾ ഈ സൈഡ് ഇച്ചിരി വ്യൂ കിട്ടും, ആ സൈഡിലോട്ട് അതായത് വൈഡ്നെസ് ഈ സൈഡ് ഇച്ചിരി കിട്ടും, ആ സൈഡ് അത്രത്തോളം കിട്ടത്തില്ല. ഇൻറ്റൻസിറ്റിയും കുഴപ്പമില്ല,
മഴയത്തൊക്കെ ശകലം സീനാണ്, ഒന്നും മനസ്സിലാവില്ല. റോഡ് ഏതാ കാടാ ഒന്നും മനസ്സിലാവില്ല. ഡ്രൈ ടൈമിൽ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. ലെങ്ത് പറയുവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ ഇനി ഇതിൻ്റെ സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൺവെൻഷനൽ ആയിട്ടുള്ള സസ്പെൻഷനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇത് നമ്മൾ സിറ്റി അല്ലെങ്കിൽ അത്യാവശ്യം മോശം റോഡിൽ ഓടിക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടും ഒരു ബംബിനെസ് നമുക്ക് സസ്പെൻഷൻ്റെ കാര്യത്തിൽ തോന്നുന്നില്ല. കോർണറിങ് എടുക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫായിട്ട് തോന്നുകയും ചെയ്യും. ഇപ്പോൾ പക്ക നമുക്ക് വേണ്ട ഒരു കറക്റ്റ് സെറ്റിങ്സിലാണ് ഇത് കിടക്കുന്നത്. അതിനോട് ഈ ഒരു നല്ല ടയറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബ്രേക്കിനെ പറ്റി പറയുവാണെങ്കിൽ, ബ്രേക്കിൻ്റെ കാര്യം പറയാൻ പറ്റിയ സമയം പോരാ. ഈ വണ്ടിയുടെ പെർഫോമൻസും ഈ ഒരു നമ്മളെ ഈ വിട്ട് വരുന്ന രീതിക്കും ഈ ഒരു ബ്രേക്കിങ് പോരാ. അതായത് പ്രോഗ്രസീവായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ്. ഒട്ടും ബൈറ്റ് നമുക്ക് തോന്നുന്നില്ല. ഇച്ചിരി ഹാർഡായിട്ട് പിടിക്കുവാണെങ്കിൽ വണ്ടി നിൽക്കും. വണ്ടി നിൽക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഈ ബ്രേക്ക് പോരാ. അപ്പം ബ്രേക്കിങ് ഫ്രണ്ടിലത്തെ വരുന്നത് ഇൻഡുറൻസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബ്രേക്കിംഗ് കാലിബറാണ്. അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇതൊരു കുറഞ്ഞൊരു കാലിബറാന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. ABS എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ABS കൊള്ളാം. അതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ എനിക്ക് പെട്ടെന്ന് നിർത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ABSൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോശമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു ക്വാളിറ്റി പ്രശ്നമുണ്ട്. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളും പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവും. അപ്പം അടുത്ത സർവീസിന് ചെല്ലുമ്പോൾ എനിക്ക് ഓരോ സ്പെയർ കേബിൾ തന്നുവിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്ട്രൈക്കൊന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം റേറ്റിനകത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് പണ്ടത്തെ 1 സൈഡ് കിറ്റാണോ അതോ 2 സൈഡ് കിറ്റും കൂടിയാണോ എന്നറിയത്തില്ല, ഏകദേശം 50,000 രൂപ അടുത്ത് വരുമായിരുന്നു. ഇപ്പം വന്നിട്ട് ഏകദേശം ഏതാണ്ട് ഒരു 5,000 രൂപയോ 6,000 രൂപയോ എന്തോ ഉള്ളൂ കിറ്റിന്. അതായത് ഏകദേശം 40,000 രൂപയുടെ ഡിഫറൻസ് ഒറ്റയടിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പല സാധനങ്ങളിലും കേബിൾസിനകത്താണേലും ഈ കാലിബർ, നമ്മുടെ ഡിസ്ക് പ്ലേറ്റ്, അങ്ങനെ പല സ്പെയർസിനും ഏകദേശം നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് ഒന്നും വലിയ രീതിയിൽ കുറഞ്ഞിട്ടൊന്നുമില്ല. സ്പെയർ പാർട്സിൻ്റെ ഇതിനെ കുറഞ്ഞിട്ടുള്ളൂ. ഈ കവാസാക്കിയുടെ മെയിൻ സർവീസിലെ കോസ്റ്റ് കൂടുന്ന അവിടെ ലേബറാണ്. ലേബർ ചാർജ് ഭയങ്കര കൂടുതലാണ്. അവിടെയാണ് ഈ റേറ്റ് കയറിപ്പോകുന്നത്. ഓവറോൾ വണ്ടി അടിപൊളിയാണ്. വണ്ടി എടുത്ത് അബദ്ധമായി പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത പോലും എനിക്ക് ഇതിലോട്ടും വന്നിട്ടില്ല. നല്ല രീതിയിൽ ഹാപ്പിയാണ് വണ്ടിയിൽ. പിന്നെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്തായിരുന്നു. മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നത് 30 km/ലിറ്റർ ആണ്. അത് അത്യാവശ്യം ലോങ് ആണ്, പക്ഷേ മിക്സഡ് റൈഡിങ് കണ്ടീഷനായിരുന്നു. അതായത് സ്ട്രെച്ച് ഉണ്ട്, ലോങ് സ്ട്രെച്ച് ഉണ്ട്. ടോപ്പ് ഗിയറിൽ കുറച്ച് ദൂരം പോയി, പിന്നെ നല്ലൊരു ട്രാഫിക് കിട്ടി. പിന്നെ ഞാൻ വാഗമണ്ണ് പോയി, ഏലപ്പാറ വഴി കുട്ടിക്കാനം, അങ്ങനെയാണ് തിരിച്ചു വന്നത്. കോട്ടയം ടു ആ ഒരു സർക്കിൾ അടിച്ചിട്ടാണ് വന്നത്. അന്നേരം എനിക്ക് 30 കിലോമീറ്റർ കിട്ടി. അതൊരു ഫസ്റ്റ് സർവീസിന് മുമ്പാണ് ഞാൻ അത് ചെയ്തത്. അതൊരു നല്ല മൈലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലോക്കൽ, അതായത് തനി കോട്ടയത്തോടൊക്കെ എപ്പോഴും നടക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഒരു 20-നും 25-നും ഇടയ്ക്ക് ഉള്ളെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ക്ലോസ് ടു 20 ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആദ്യത്തെ 2-3 ആഴ്ചകളൊക്കെ ഞാൻ സ്പീഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കയ്യിലെ പൈസ തീരാറായപ്പോഴത്തേനും ഇപ്പം നോർമൽ പെട്രോളിലോട്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേനും നിഞ്ച 300-ന് 93 ഗ്രേഡിലുള്ള ഫ്യൂവൽ മതി എന്നാണ് പറയുന്നത്. 95-ൻ്റെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. പിന്നെ പില്ലിൻ കംഫർട്ടിനെ പറ്റിയൊന്നും നിങ്ങൾ ചോദിക്കണ്ട, ഒട്ടുമില്ല. ഒരു മാക്സിമം ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ മാത്രം നമുക്ക് പില്ലിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനത്തെ ഒരു വണ്ടിയല്ല. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു എന്ന് പലർക്കും എന്നോട് ചോദിക്കാനുണ്ടായിരിക്കും. ശകലം കൂടെ പൈസ ഇട്ടാൽ ഇതെടുക്കാം, അപ്രീലിയ RS 457 എടുക്കാം. ഇച്ചിരി കൂടെ പൈസ, അതിലും ശകലം കൂടെ പൈസ ഇടുവാണെങ്കിൽ RP എടുക്കാം. അതൊന്നും എടുക്കാതെ GT ഉണ്ട്, അതൊന്നും എടുക്കാതെ ഇതെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു, പണ്ടത്തെ ചീഫ് എന്ന് വിളിക്കുന്ന സാഗർ ഷെൽഡേക്കറിൻ്റെ പവർ ലിഫ്റ്റിൻ്റെ ആ വീഡിയോ കണ്ടപ്പം ഉണ്ടായ ഒരു സ്വപ്നമാണ് ഈ വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ രീതിയിലും നല്ലൊരു സാഹചര്യം വന്നപ്പോഴത്തേനും ആ ഒരു ഡ്രീം ഞാൻ അങ്ങ് ചെയ്തു. അതായത് ഈ വണ്ടി തന്നെ അങ്ങ് എടുത്തു. ഇനി വേറെ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വണ്ടി
റോഡിൽ ഓടി പോകുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വണ്ടി പിന്നെ കാണുമ്പോൾ എനിക്കൊരു റിഗ്രറ്റ് മനസ്സിൽ വരും. അത് എടുക്കായിരുന്നു, അതല്ലേ ഇതൊന്ന് സ്വന്തമാക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഡ്രീം ബൈക്ക് ഞാൻ നഷ്ടപ്പെടുത്താതെ വേറെ ഒന്നിലോട്ടും മനസ്സ് ചാഞ്ചാടാതെ ഈ വണ്ടി തന്നെ എടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റിൽ ക്വസ്റ്റ്യനായിട്ട് ആഡ് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോലെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. 20 പറ്റി എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നിഞ്ച 300 പറ്റി ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ, ബൈ ബൈ.